ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ചോറിനുള്ള അരി കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ചോറ് വാർക്കുവാണ്. നമുക്ക് കറിക്ക് കുഞ്ഞയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെട്ടിയിട്ട് വേഗം കറി കെട്ടിട്ട് 1:45 കേട്ടോ. മീൻ ചട്ടിയിലേക്ക് ഇട്ടു. തേച്ച് കഴുകാനുള്ള ഉപ്പും കൂടി എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണേ. മീൻ വെട്ടാം എൻ്റെ മീൻ മുറിക്കുന്ന കത്രിക എവിടെയോ പോയി. അപ്പോൾ നമ്മളിന്ന് പീലിമോളയും കൊണ്ട് അംഗനവാടി പോയതാണ് കേട്ടോ. കുറച്ച് നേരം ഇരുത്തി. അവൾ കുഴപ്പമില്ല, ഇരിക്കുന്നുണ്ട്. 12:30 വരെയും ഇരുത്തി. അവിടെ പിള്ളേർക്ക് ചോറുണ്ടായിരുന്നു, ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടായിരുന്നു. അതും കഴിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. രാവിലെ പോകുന്നതിന് മുമ്പ് കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും കുക്കറിൻ്റെ എയറൊക്കെ പോയി ചോറ് സെറ്റായിരിക്കുമായിരുന്നു. അപ്പോൾ അത് വാർത്തിട്ടേക്കുവാണേ. അയില വെട്ടി വേഗം കറി വെക്കാം. അയിലക്കുഞ്ഞ് ഇതേ വെട്ടി തേച്ച് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വറക്കാണത് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ട മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി മാറ്റി വെക്കുവാണേ. തേങ്ങ അരച്ചാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതേ അരപ്പും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ പൂളിയാണ് എടുത്തത്. ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി ആ ഒരു മിക്സ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂത്ത് വന്നപ്പോഴേക്കും ഒരു 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. 2-3 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് വന്നപ്പോഴേക്കും നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കുറച്ച് കുടംപുളിയും ഇട്ട് മൂടി വെക്കുവാണേ. പിന്നെ നമുക്ക് കുറച്ച് പാത്രം തേച്ചിടാണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് അവിടെ തിളച്ച് വരുന്ന നേരം കൊണ്ട് കുറച്ച് പാത്രങ്ങളുണ്ട്, അത് അങ്ങ് തേച്ചെടുക്കുവാണ് കേട്ടോ. രാവിലെ ചായ കുടിച്ചതും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് തേച്ചെടുക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് മറിയുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അയില ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിതിൽ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുത്തതാണ്, പക്ഷെ ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കുവാണ്. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തു. 1 സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഉപ്പൊക്കെ നോക്കി തൃപ്തിപ്പെട്ടു. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് ഇനി വറക്കാൻ നോക്കാം. കറിയുടെ ചട്ടി ഇറക്കി വെച്ചു. അടുത്ത പരിപാടി നമുക്കിതേ വറുത്തെടുക്കണം. അതിനായിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അയിലക്കുട്ടന്മാരെ, മസാല പുരട്ടി വെച്ചിരിക്കുന്ന അയിലക്കുട്ടന്മാരെ നിരത്തി അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ വറുത്തെടുക്കുവാണ്. ഇനി വറുത്തും കൂടി കഴിയട്ടെ, എന്നിട്ട് ചോറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ ക്ഷമ മൊത്തം നശിച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയിലക്കറിയും കൂട്ടി മോന് ചോറ് വിളമ്പാൻ പോവാണ്. അയില ഫ്രൈ ആയി കഴിയുമ്പോൾ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ചോറ് കൊണ്ട് കൊടുത്ത് മോൻ കഴിക്കാനിരിക്കാൻ പോവുകയാണ് കേട്ടോ. സമയം 3 മണിയായി. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട്. സമയം 3 മണിയായിട്ടോ. അങ്ങനെ മോൻ ചോറ് കഴിക്കാനിരിക്കുവാണേ. സമയം 3 മണിയായി എന്ന്, കാരണം അവന് ഉച്ചക്കത്തെ ഗുളികയും കഴിക്കാനുണ്ട്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് വേണമല്ലോ. ചോറ് എടുത്ത് വന്നപ്പോഴേക്കും ആയില്ല, ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മൊരിച്ചെടുക്കട്ടെ. അയില റെഡി ആയിട്ട് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് മോന് കൊണ്ട് കൊടുക്കാം. മൊരിഞ്ഞ അയിലയിൽ നിന്ന് 2 എണ്ണം കൊണ്ട് മോന് കൊടുത്തു. ബാക്കിയുള്ളത് വറുത്ത് മാറ്റി വെക്കുവാണേ. അത് ആവശ്യം പോലെ ഓരോരുത്തരും എടുത്തോളും. അങ്ങനെ അടുത്ത സെറ്റും കൂടി വെച്ചിട്ട് എനിക്ക് കഴിക്കാനുള്ള ചോറ് വിളമ്പി എടുക്കുവാണേ. ഞാൻ ഒരു അയില മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. കറിയിലെ ഒരയിലയും വറുത്ത ഒരയിലയും. അങ്ങനെ ഞാനും ചോറ് കഴിക്കാനായിട്ട് വിളമ്പി എടുത്തു കേട്ടോ. കഴിക്കാൻ പോവാണേ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഉച്ചക്കത്ത് ഊണ് കഴിച്ചു. 3:30 മണിയായപ്പോഴേക്കും
അപ്പോഴേ ഊണൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് തുണി വാഷ് ചെയ്യാണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അലക്കാം. വാ, കണ്ടോ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ ദേ അലക്കാൻ പോവാണേ. അലക്കലിൻ്റെ അവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ വേഗം അലക്കിയിട്ട് വരാം. ഞാൻ അലക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കുഞ്ഞാവ് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഉറക്കെഴുന്നേറ്റ് അവളും പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ തുണി അലക്കലും ഊരലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേ വിരിക്കാൻ പോവുകയാണ്. അപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു അഴ കെട്ടിയിട്ടുണ്ട്, അവിടെയാണ് വിരിക്കുന്നത്. അവിടെ ഇപ്പോൾ കുറച്ച് വെയിലുണ്ട് കേട്ടോ, എന്നാലും നല്ലോണം ഉണങ്ങില്ല, വാടി കിട്ടുമല്ലോ. അങ്ങനെ ഇതേ വിരിക്കുവാണ്. അപ്പോൾ കുഞ്ഞാവ് അതേ അപ്പുറത്ത് ഫ്രണ്ടിലെ കോലായിൽ നിൽപ്പുണ്ട്. പിന്നെ ബാക്കി തുണി ഇതേ ഇവിടെയും വിരിച്ചു. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു, അതും മടക്കി വെച്ചു. ഇപ്പം കറണ്ട് ഇല്ല കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചായയില കാപ്പിക്ക് കഴിക്കാനായിട്ട് ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് പൊടിയും കൊണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ ഇലയുടെയും ചൂട് കാപ്പിയും എല്ലാം കൂടി കഴിക്കുവാണ്. അപ്പോൾ അതേ കുഞ്ഞു വാവക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. പീലിമോൾ ഉറക്കമായിരുന്നു. അപ്പോൾ പീലിമോളും എഴുന്നേറ്റ് വന്നു, പീലിമോൾക്കും കൊടുത്തു. പീലിമോൾക്കും ഇഷ്ടമായി കേട്ടോ. അങ്ങനെ കാപ്പിടിയൊക്കെ കഴിഞ്ഞു. 6 മണി ആയപ്പോഴേക്കും മോൻ്റെ വിളക്കെത്തിച്ച് നാമം ചൊല്ലാനിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുവാവയുണ്ട് കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.